ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെയും മടക്കയാത്ര നാളെ ആരംഭിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്ത്യൻ സമയം വൈകിട്ട് 4:35 അൺഡോക്കിംഗ് നടക്കുക. ഇന്ന് രാത്രി നാസ എക്സ്പെഡിഷൻ 73 ക്രൂ ആക്സിയം ക്രൂ അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകും. ശ്യാമ സദാനന്ദൻ വിവരങ്ങളുമായി. ശ്യാമ, ശുഭാംശു ശുക്ലയും സംഘവും നാളെ വൈകിട്ട് മടങ്ങുകയാണ് ഭൂമിയിലേക്ക്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയത്. അവരുടെ 14 ദിവസത്തെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച ശേഷമാണ് ഇപ്പോൾ മടക്കയാത്ര ആക്സിയം 4ഉം നാസയും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി നാളെയാണ് മടക്കയാത്ര ആരംഭിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിച്ച് അവർ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും. അതിനുശേഷം മറ്റന്നാൾ 15-ാം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 സംഘം ഭൂമിയിലെത്തുക. കാലിഫോർണിയൻ തീരത്താണ് ഇവർ സ്പ്ലാഷ് ഡൗൺ ചെയ്ത് ലാൻഡ് ചെയ്യുക. അതിനുശേഷം ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടാനുള്ള ദിവസങ്ങളാണ്. 7 ദിവസത്തോളം ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിലായിരിക്കും ഇവർ. അതിനുശേഷമാണ് ശുഭാംശു ഒക്കെ ഇന്ത്യയിലേക്ക് എത്തുക എന്നാണ് ഈ യാത്ര സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. നിലവിൽ ഭൂമിയിലേക്കുള്ള മടക്കത്തിനുള്ള ഒരുക്കങ്ങൾ ആക്സിയം 4 അംഗങ്ങൾ തുടങ്ങിയെന്നാണ് അറിയുന്നത്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 8 മണിയോടുകൂടി ബഹിരാകാശ അന്താരാഷ്ട്ര നിലയത്തിൽ അവർക്കൊരു യാത്രായപ്പ് ചടങ്ങുകളൊക്കെയുണ്ട്. ഈ മടക്കയാത്രയിൽ 284 കിലോഗ്രാം ഭാരമുള്ള വസ്തുക്കളും അവർ ബഹിരാകാശത്ത് നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ആക്സിയം 4ന്റെ 60ഓളം പരീക്ഷണങ്ങൾ അവർ ഇപ്പോൾ ഇതിനകം പൂർത്തിയാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശുഭാംശു ശുക്ല ISROയിൽ നിന്നുള്ള പ്രത്യേക 7 പരീക്ഷണങ്ങളാണുള്ളത്. സ്പ്രൗട്ട്സ് പരീക്ഷണമടക്കമുള്ള 7 പരീക്ഷണങ്ങളാണുള്ളത്. ഇതും ശുഭാംശു ശുക്ലയും പൂർത്തിയാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടെ നിലയം പല പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കുകയും ചെയ്തു. എന്തായാലും മറ്റന്നാൾ വൈകിട്ടോടുകൂടി ആക്സിയം 4 അംഗങ്ങൾ ഭൂമിയിൽ എത്തും. സ്മൃതി. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയത്.